വിജയമന്ത്രങ്ങൾ. ഡോക്ടർ അമാനുള്ള വടക്കാങ്ങര. അവതരണം റാഫി പാറക്കാട്ടിൽ. നിങ്ങളിലേക്ക് എത്തിക്കുന്നത് സിറ്റി എക്സ്ചേഞ്ച്, ദോഹ, ഖത്തർ. അധ്യായം 472. നേട്ടങ്ങൾ ആധികാരികമാവട്ടെ. ജീവിതയാത്രയിൽ ചെറുതും വലുതുമായ നിരവധി നേട്ടങ്ങൾ കൈവരിക്കുന്നവരാണ് നാമൊക്കെയും. എന്നാൽ നേട്ടങ്ങൾ ആധികാരികമാവാതിരുന്നാൽ അവയുടെ ക്രെഡിറ്റ് നഷ്ടപ്പെടുകയും എല്ലാ ആനുകൂല്യങ്ങളും മറ്റാരെങ്കിലും അനുഭവിക്കുകയും ചെയ്തേക്കാം. ജീവിതത്തിൽ നേടുന്ന എല്ലാ വിജയങ്ങളും വെറും കാഴ്ചപ്പാടിനോ പ്രശസ്തിക്കോ വേണ്ടിയാകരുത്. അവ ആധികാരികതയുള്ളതായിരിക്കണം. ആധികാരിക നേട്ടങ്ങൾ എന്നത് ദൃഢമായ പരിശ്രമം, സത്യനിഷ്ഠ, മൂല്യബോധം എന്നിവയുടെ ഫലമായാണ് ഉണ്ടാകുന്നത്. അത്തരത്തിലുള്ള വിജയങ്ങൾക്കാണ് ദൈർഘ്യമുള്ള പ്രാധാന്യവും സമൂഹത്തിൽ സ്ഥിരമായ അംഗീകാരവും ലഭിക്കുന്നത്. ഇന്നത്തെ കാലഘട്ടത്തിൽ പലരും നേട്ടങ്ങളെ വേഗത്തിൽ നേടാൻ ശ്രമിക്കുമ്പോൾ അതിൻ്റെ അടിസ്ഥാനമായ മൂല്യങ്ങളെ പലപ്പോഴും അവഗണിക്കുന്നു. എന്നാൽ ചുരുങ്ങിയ വഴികളിലൂടെ ലഭിക്കുന്ന വിജയങ്ങൾ താൽക്കാലികമാണ്. ആധികാരികതയില്ലാത്ത നേട്ടങ്ങൾ ഒരു ദിവസം തകരുകയും വിശ്വാസം നഷ്ടപ്പെടുത്തുകയും ചെയ്യും. അതിനാൽ നാം നേടുന്ന ഓരോ വിജയവും സത്യസന്ധമായ പരിശ്രമത്തിൻ്റെ പ്രതിഫലമാകണം. ആധികാരിക നേട്ടങ്ങൾ വ്യക്തിയുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും സമൂഹത്തിൽ വിശ്വാസ്യത ഉറപ്പാക്കുകയും ചെയ്യുന്നു. അത് മറ്റുള്ളവർക്ക് പ്രചോദനമാകുകയും നല്ല മാതൃകയായി മാറുകയും ചെയ്യുന്നു. വിജയത്തിന്റെ വഴിയിൽ നാം സ്വീകരിക്കുന്ന ഓരോ തീരുമാനവും മൂല്യാധിഷ്ഠിതമായിരിക്കണം. അതാണ് നമ്മുടെ വ്യക്തിത്വത്തെ ഉയർത്തുകയും ജീവിതത്തെ അർത്ഥവത്താക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ ലക്ഷ്യമിടേണ്ടത് വെറും നേട്ടങ്ങളല്ല, ആധികാരികമായ നേട്ടങ്ങളാണ്. സത്യവും പരിശ്രമവും മൂല്യങ്ങളും ചേർന്ന നേട്ടങ്ങൾക്കാണ് യഥാർത്ഥ മഹത്വം. അത്തരം നേട്ടങ്ങളാണ് കാലത്തിന്റെ പരീക്ഷണങ്ങളെ അതിജീവിച്ച് നിലനിൽക്കുന്നത്. ഇങ്ങനെ സുപ്രധാനമായ നേട്ടം കൈവരിക്കുമ്പോൾ അതിന്റെ പേറ്റന്റ് സ്വന്തമാക്കാനും ശ്രദ്ധിക്കണമെന്നാണ് ലോക സാമ്പത്തിക ക്രമത്തെ മാറ്റിമറിച്ച ക്രൂഡ് ഓയിൽ കണ്ടുപിടിച്ച എഡ്വിൻ ഡ്രേക്കിന്റെ ജീവിതകഥ നമ്മോട് പറയുന്നത്. എഡ്വിൻ ഡ്രേക്കിന്റെ കഥ എണ്ണ വ്യവസായത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അധ്യായങ്ങളിലൊന്നാണ്. പെൻസിൽവേനിയയിലെ ടൈറ്റസ്വില്ലിൽ അദ്ദേഹം നടത്തിയ പരീക്ഷണമാണ് ആധുനിക എണ്ണ വ്യവസായത്തിന് തുടക്കമിട്ടത്. 1819 അമേരിക്കയിലെ ന്യൂയോർക്കിൽ ജനിച്ച എഡ്വിൻ ഡ്രേക്ക് ഒരു റെയിൽവേ കണ്ടക്ടറായിരുന്നു. പിന്നീട് അദ്ദേഹം പെൻസിൽവേനിയയിലെ സെനക്ക ഓയിൽ കമ്പനിയിൽ ജോലിയിൽ പ്രവേശിച്ചു. അക്കാലത്ത് കെറോസിന് വൻ ഡിമാൻഡായിരുന്നു. തിമിംഗല വേട്ടയിൽ നിന്നാണ് അന്ന് എണ്ണ ലഭിച്ചിരുന്നത്. ഇത് വളരെ ചിലവേറിയതും ദുഷ്കരവുമായിരുന്നു. ഭൂമിയിൽ നിന്ന് ലഭിക്കുന്ന ക്രൂഡ് ഓയിൽ ശുദ്ധീകരിച്ച് വെളിച്ചത്തിനായി ഉപയോഗിക്കാൻ കഴിയുമെന്ന് ചിലർ മനസ്സിലാക്കി. ഇതിനായി എണ്ണ ഖനനം ചെയ്യാൻ സെനക്ക ഓയിൽ കമ്പനി ഡ്രേക്കിനെ ചുമതലപ്പെടുത്തി. 1858 പെൻസിൽവേനിയയിലെ ടൈറ്റസ്വില്ലിൽ എത്തിയ ഡ്രേക്ക് എണ്ണ കണ്ടെത്താൻ ഒരു പുതിയ മാർഗം പരീക്ഷിച്ചു. ഉപ്പുവെള്ളം എടുക്കുന്നതിനുപയോഗിക്കുന്ന രീതിയിൽ ഡ്രില്ലിംഗ് മെഷീൻ ഉപയോഗിച്ച് ഭൂമിയിലേക്ക് കുഴിക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ആശയം. അക്കാലത്ത് ഇങ്ങനെയൊരു പരീക്ഷണം നാട്ടുകാർക്ക് വിചിത്രമായി തോന്നി. അതുകൊണ്ടുതന്നെ ആളുകൾ അദ്ദേഹത്തെ ഡ്രേക്കിന്റെ വിഡ്ഢിത്തം എന്നാണ് വിളിച്ചിരുന്നത്. തുടർച്ചയായ പരാജയങ്ങൾക്കും സാമ്പത്തിക പ്രതിസന്ധികൾക്കുമിടയിൽ 1859 ഓഗസ്റ്റ് 27 ഡ്രേക്കിന്റെ സംഘം ഏകദേശം 69 അടി താഴ്ചയിലെത്തിയപ്പോൾ എണ്ണ കണ്ടെത്തുകയും അത് ഭൂമിയിലേക്ക് ഒലിച്ചു വരികയും ചെയ്തു. ഇത് ലോകത്തിലെ എണ്ണ ഖനന ചരിത്രത്തിലെ ആദ്യത്തെ വിജയമായിരുന്നു. എണ്ണ വ്യവസായത്തിന് തുടക്കമിട്ടെങ്കിലും ഡ്രേക്ക് ഒരിക്കലും ഒരു സമ്പന്നനായില്ലെന്ന് മാത്രമല്ല, ജീവിതത്തിന്റെ അവസാന കാലത്ത് വളരെ ദരിദ്രമായാണ് അദ്ദേഹം ജീവിച്ചത്. പെൻസിൽവേനിയ സർക്കാർ നൽകിയ ഒരു ചെറിയ പെൻഷൻ മാത്രമായിരുന്നു അദ്ദേഹത്തിന്റെ ഏക വരുമാനം. 1880 അദ്ദേഹം അന്തരിക്കുമ്പോൾ വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടിലായിരുന്നു. സ്വന്തം കണ്ടുപിടുത്തത്തിന് പേറ്റന്റ് എടുക്കാത്തതാണ് അദ്ദേഹത്തിന്റെ പരാജയ കാരണമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. പലരും ആ കണ്ടുപിടുത്തം കോപ്പിയടിച്ച് അവരുടേതാക്കി മാറ്റുകയും പണവും പദവികളും സ്വന്തമാക്കുകയും ചെയ്തു. ജീവിതത്തിൽ സവിശേഷമായ നേട്ടങ്ങൾ കൈവരിക്കുമ്പോൾ അതിന്റെ ആധികാരികത ഉറപ്പാക്കുന്ന രേഖകളും സമ്പാദിക്കണമെന്ന സുപ്രധാനമായ വിജയമന്ത്രമാണ് എഡ്വിൻ ഡ്രേക്കിന്റെ ജീവിതം അടിവരയിടുന്നത്. എഡ്വിൻ ഡ്രേക്ക് എണ്ണ കണ്ടുപിടിച്ച ആളല്ല, മറിച്ച് ഭൂമിയിൽ നിന്ന് ഖനനം ചെയ്ത് എണ്ണയെടുക്കുന്ന സാങ്കേതികവിദ്യ വിജയകരമായി നടപ്പിലാക്കിയ വ്യക്തിയാണ്. ഡ്രേക്കിന്റെ ഏറ്റവും വലിയ സംഭാവന അദ്ദേഹം കണ്ടെത്തിയ ഖനന രീതിയാണ്. ഭൂമി തുറക്കുമ്പോൾ വശങ്ങളിലെ മണ്ണും മണലും കുഴിയിലേക്ക് ഇടിഞ്ഞു വീഴുന്നത് വലിയ പ്രശ്നമായിരുന്നു. ഇതിന് പരിഹാരമായി അദ്ദേഹം ഒരു ഇരുമ്പ് പൈപ്പ് ഭൂമിയിലേക്ക് ഇറക്കി. ആ പൈപ്പിനുള്ളിലൂടെ ഡ്രില്ലിംഗ് മെഷീൻ കടത്തിവിട്ടു. ഇത് കുഴി ഇടിഞ്ഞു വീഴുന്നത് തടഞ്ഞു. ഇന്നും ലോകമെമ്പാടും എണ്ണ ഖനനത്തിന് ഉപയോഗിക്കുന്ന അടിസ്ഥാന സാങ്കേതിക വിദ്യയാണിത്. ഡ്രേക്ക് എണ്ണ കണ്ടെത്തിയതോടെ പെൻസിൽവേനിയയിലെ ആ ചെറിയ ഗ്രാമം ഒറ്റ രാത്രി കൊണ്ട് മാറിമറിഞ്ഞു.
ലോകത്തിന്റെ പല ഭാഗത്തു നിന്നും ആളുകൾ അവിടേക്ക് ഒഴുകിയെത്തി. ഇന്ന് ലോകം മുഴുവൻ നിയന്ത്രിക്കുന്ന എണ്ണ വ്യവസായത്തിന്റെ വിത്ത് പാകിയത് ഡ്രേക്കിന്റെ ആ 69 അടി താഴ്ചയുള്ള കിണറായിരുന്നു. ക്രൂഡ് ഓയിൽ അഥവാ പെട്രോളിയം ലോക സാമ്പത്തിക ക്രമത്തെ അടിമുടി മാറ്റിയെഴുതിയ ഒരു ഘടകമാണ്. കാരണം ക്രൂഡ് ഓയിൽ വെറും ഇന്ധനം മാത്രമല്ല, ആയിരക്കണക്കിന് ഉൽപ്പന്നങ്ങളുടെ അസംസ്കൃത വസ്തുവാണ്. 20-ാം നൂറ്റാണ്ടിലെയും 21-ാം നൂറ്റാണ്ടിലെയും ലോക സമ്പദ് വ്യവസ്ഥ പെട്രോളിയത്തെ ചുറ്റിപ്പറ്റിയാണ് വികസിച്ചത്. ഇന്നും ലോകത്ത് നടക്കുന്ന പല സംഘർഷങ്ങളുടെയും അടിസ്ഥാന കാരണം ക്രൂഡ് ഓയിലാണെന്നത് സാന്ദർഭികമായി അനുസ്മരിക്കാം. വിജയമന്ത്രങ്ങൾ സംബന്ധിച്ച നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും 00974552625 എന്ന വാട്സപ്പ് നമ്പറിലോ ceomedia+@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലോ അറിയിച്ചാൽ സന്തോഷമാകും. ഏവർക്കും ശാന്തിയും സമാധാനവും വിജയാശംസകളും നേർന്നുകൊണ്ട് ഞാൻ റാഫി പാറക്കാട്ടിൽ താൽക്കാലികമായി വിടവാങ്ങുന്നു. പുതിയൊരു എപ്പിസോഡുമായി അടുത്ത ദിവസം കേട്ടുമുട്ടാം.